ഉണ്ടല്ലേ? ഈ ക്വാളിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. നല്ല പീസ് പൈപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല വീതിന് കേട്ടോ. അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് നമ്മൾ രണ്ടത്താണി അങ്ങാടി തന്നെയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ പോയേക്കാം. അവിടെ ഇപ്പോൾ വർക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണങ്ങി കിടക്കുകയാണ്. ഏതെങ്കിലും വയലൊക്കെ ഒന്ന് പോയേക്കട്ടെ. പലരും ഫുള്ള് വീഡിയോ കാണുക, പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് മറക്കലിട്ടാ. അങ്ങനെ ഇവിടെ കുറച്ച് മണ്ണൊക്കെ മാന്തി ഇതവിടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കി തീരുമാനങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇവിടുത്തെ വർക്ക് ഇപ്പോൾ സ്റ്റോപ്പല്ലേ. അപ്പോൾ ഇവിടെ ഈ ക്വാളിറ്റി തന്നെ കേട്ടോ. അപ്പം അങ്ങാടി ആകെ ഉണങ്ങി കടിച്ച് കെടുക്കുകയാണ്. ഇവിടെ കുറച്ച് മണ്ണ് നിരത്തിയിട്ടുണ്ട് ഇപ്പോൾ പുതുതായിട്ട്. ബാക്കിയൊക്കെ അതേ സ്റ്റെപ്പാട്ടാ, ഒരു മാറ്റമില്ല. ഇപ്പോൾ മാസങ്ങളായി ഇവിടെ വർക്ക് നടന്നിട്ട്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ്. ഇവിടെ തന്നങ്ങാടിൻ്റെ ഫുൾ ഭാഗം ഇവിടുന്ന് കാണാം. ഇങ്ങനെയാണ് നോക്കിയാൽ ഫുള്ള് സർവീസ് റോഡ് 2 സെറ്റായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ പോന്നിട്ട് നമ്മളെ പുതിയ റോട്ടുമൊക്കെ അടക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ ടാറിങ് കഴിഞ്ഞ ഭാഗം ഇതുവരെയാണ്. ഇവിടെ ആകെ മാന്തിട്ട പാടാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ടാറിങ് കഴിഞ്ഞത്. അതിന് മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. കുറച്ച് വെളിച്ചക്കുറവുണ്ട് കേട്ടോ. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ രണ്ടത്താണി കഴിഞ്ഞാൽ പിന്നെ പൂവഞ്ചന, റോയൽപ്പടി ഭാഗത്തൊക്കെയാണ് വർക്കുകൾ. അതേമാതിരി രണ്ടത്താണി മൂച്ചിക്കൽ കഴിഞ്ഞ് നമ്മളെ ചെനക്കൽ ബൈപ്പാസിൻ്റെ അവിടെയൊക്കെയാണ് ഇപ്പോൾ വർക്കുകൾ നടക്കാനാണ്. കുറേ മണ്ണ് മാന്തലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. പുതിയ റോഡൊക്കെ നല്ല സൈസായി ഇവിടെ കിടക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ 2 സൈഡ് നല്ല ടാറിങ് ഒക്കെ കഴിഞ്ഞ് നല്ല നെരിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഡിവാൻഡർ കഥ നമ്മളെ റോയൽപ്പടി ഭാഗം മുതൽ രണ്ടത്താണി വരെ എത്തിയിട്ടുണ്ട്. നമ്മളെ പുതിയ ടാറിങ് കഴിഞ്ഞാൽ വക്കത്തെത്തിയിട്ടുണ്ട്. ഏതായാലും വണ്ടികളൊക്കെ അവിടെ ചാടിക്കാടുന്ന അപ്പുറത്തൊക്കെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും പല മാറ്റങ്ങളും വന്നു. കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ രണ്ടത്താണി എന്തായി എന്നുള്ളത്. അപ്പോൾ രണ്ടത്താണി ഇപ്പോൾ തന്നെ ഒന്നും ആയിട്ടില്ല. ഈ ക്വാളിറ്റി തന്നെയാണ്. അവിടുത്തെ പണിയൊക്കെ ഇപ്പോൾ സ്റ്റോപ്പാണ്. മാസങ്ങളായി. താർപ്പാസിൻ്റെ തീരുമാനം റെഡി ആയിട്ടില്ല. ചെങ്കുവട്ടി വഴി വരുന്ന ബസ്സാൾ കണ്ടില്ല, അവിടെ കട്ട് ചെയ്ത് പോവാണ്. അങ്ങനെ ഇവിടുന്ന് തിരിഞ്ഞ് പോവാണ്. അവിടെ സർവീസ് റോഡ് സെറ്റായിട്ടില്ല. ഏതായാലും ആ സർവീസ് റോഡിനാണ് പോയേക്കട്ടെ. അവിടെ നമ്മൾ റോയൽപ്പടി ഭാഗത്ത് ഇനി കുറേ വർക്കുകളുണ്ട്. അങ്ങനെ പല മാറ്റങ്ങളും മാറ്റി തിരിച്ചിവിടെ കണ്ടില്ല. സെൻട്രൽ ഗവൺമെൻറ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സർവീസ് റോഡിലേക്ക് ഒന്ന് പോയേക്കട്ടെ. ഇവിടെ സ്റ്റോപ്പിനോട് തുറന്നിട്ടുണ്ട്, പക്ഷെ അവിടെ ഓപ്പൺ ആയിട്ടില്ല. ഈ ഭാഗം കുറച്ച് ഭാഗം വണ്ടി പാസ് ചെയ്യാൻ പറ്റും. ബാക്കി ഫുള്ള് വണ്ടി ഇവിടുന്ന് തിരിഞ്ഞ് പോവാണ്.
നമ്മൾ സർവീസ് റോഡ് ഇവിടെ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ സൈഡ് വോക്ക് ഭാഗത്ത് ഇവിടെ കുറച്ച് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗം കൂടി കഴിഞ്ഞാൽ ഈ സർവീസ് റോഡ് സെറ്റാവും. കണ്ടില്ല അവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ രണ്ടത്താണി വരെ. അപ്പോൾ ഇവിടുത്തെ ചാടിക്കിടക്കലൊക്കെ നേരെ ലെവലാവും. ഇവിടെ കുറച്ച് ഭാഗം കൂടി ഉണ്ട്. കണ്ടില്ല അവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം. അപ്പോൾ മൊത്തത്തിലൊരു മാറ്റം ഇവിടെ വന്നിക്കണ്. കണ്ടില്ലേ, നമ്മൾ ഓകപാലം റെഡി ആയാൽ ഈ സർവീസോട് സെറ്റായി. പിന്നെ ഇവിടെ തിരിഞ്ഞു പോകണമൊക്കെ മാറ്റങ്ങൾ വരും. കണ്ടില്ലേ, ഈ ക്വാളിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. നല്ല പീസ് പൈപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല വീതിന് കേട്ടോ. NH66 പല മാറ്റങ്ങളും ഇവിടെ വരുത്തി. ഈ സർവീസ് റോഡ് നല്ല ഹൈറ്റിലാണ്ടില്ലേ, ഏകദേശം ഇങ്ങോട്ട് നോക്കിയാൽ കാണാം അത്ര താഴ്ചയിലുണ്ട്. മെയിൻ റോഡ് നല്ല ഹൈറ്റിലങ്ങനെ ചെരിഞ്ഞങ്ങോട്ട് പോവാണ്. രണ്ടത്താണി സർവീസ് റോഡ് ഇതാ. അത് കഴിഞ്ഞ് നേരെ ക്രോസ് ചെയ്ത് നമ്മൾ എന്താണ് ഭാഗത്തേക്കുള്ളത്. കണ്ടില്ലേ, ഈ കോലത്തിലാണ് കിടക്കുന്നത്. ഇവിടെ റോഡൊക്കെ വിശാലമായി കിടക്കുകയാണ്. ഏതായാലും നമ്മൾ തിരിച്ചു പോട്ടെ, വെളിച്ചക്കുറവുണ്ട്. ഇന്നത്തെ വീഡിയോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് കാണിച്ചെന്നാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ഫുള്ള് വീഡിയോ ഒക്കെ പോയി കാണുക. അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളുമായി NH66 KNRCL തകർത്തമായ വർക്കുകളും. ഏതായാലും അപ്പുറത്തും കടക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളത്. മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ ചോട്ട്, പിന്നെ റോയൽപടിൻ്റെ ഭാഗത്ത്, പിന്നെ നമ്മൾ രണ്ടത്താണിക്കത്തെ പാലത്തിൻ്റെ സംഭവമാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറയാൻ അപ്പുറത്തും കടക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചാടി കടന്നാണ് പോകുന്നത്. ഇപ്പോൾ കാട്ടിയ ഭാഗം മാത്രം കാട്ടില്ല, പല മാറ്റങ്ങളും ദിവസം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ്. അപ്പോൾ ഏതായാലും വന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് നമ്മളെ രണ്ടത്താണി റോയൽപടി ഭാഗത്തുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.